ചെങ്ങന്നൂരിന്റെ വിവിധ പ്രദേശങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ കൊടുമലയുടെ പ്രാന്തപ്രദേശമായ ഈ പാലച്ചൂട് ജംഗ്ഷനിൽ പ്രകാരം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അപ്പോൾ തന്നെ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിപ്പാൻ കഴിയുമെന്നുള്ള ദൈവവചന വെളിച്ചത്തിലുള്ളതായ ഒരു സന്ദേശം കൈമാറുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പകലിൽ ഈ ജംഗ്ഷനിലായിരിക്കുന്നത്. ഇന്ന് പകലിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രദ്ധിക്കുന്ന ഈ പാലച്ചൂട് ദേശവാസികൾ, അപ്പോൾ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, വഴിയാത്രക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമുക്കറിയാം, ഇന്ന് ലോകമാകമാനമായി വളരെ പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായി പറഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യമായ സ്തോത്രം പാർശ്വഫലങ്ങളും അതിന്റെ ഉപയോഗവും സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്നിന്റെ ഓരോ പുലരിയും പുലരുമ്പോൾ ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കാണാൻ ആഗ്രഹിക്കാത്ത സംഭവവികാസങ്ങളാണ്, നമുക്ക് വാർത്തകളാണ് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. ഇതിനെല്ലാം പിന്നിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നിമിത്തമായി മനോനില തകർന്നുപോയ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഉളവായി തീരുന്ന വളരെ പ്രശ്നസങ്കീർണമായ അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് കഴിയുന്നത്. ഞെട്ടിക്കുന്ന അനേക സംഭവങ്ങളാണ് ഈ അടുത്ത സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ചില ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ, ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്ത നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ നമ്മള് വിശ്വസിക്കത്തക്ക നിലയിൽ വളരെ പ്രയാസകരമായ, നമ്മളെ ഹൃദയത്തെ വേദനപ്പെടുത്തുന്ന അനുഭവമാണ് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു, കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കാരണം 10 മാസം ചുമന്ന് ഈ ഭൂമിയിൽ ജന്മം കൊടുത്ത തന്റെ വാത്സല്യ മാതാവിനെ ഒരു യൗവനക്കാരന് കരുത്തറുത്ത് കൊന്നതായ വളരെ ഞെട്ടിപ്പിക്കുന്ന, മനുഷ്യ മനസ്സാക്ഷിയെ നിർജ്ജീവമാക്കുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ആ യൗവനക്കാരനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ്. ഈ മദ്യം മയക്കുമരുന്നെന്ന് പറയുന്നത് മനുഷ്യന്റെ സുബോധത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, അങ്ങനെ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് അകറ്റിക്കളയുന്ന വളരെ പ്രയാസകരമായ ഒരു അനുഭവമാണ് ഇതിന് അടിമകളായിരിക്കുന്നവർക്ക് സംഭവിക്കുന്നത്. നമുക്കറിയാം, ഒരു സമയത്ത് വളരെ മാതൃപരമായി ജീവിച്ചിരുന്ന അനേക യൗവനക്കാര് കൂട്ടുകാരുടെ നിർബന്ധത്താലോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിനോ ഒരു രസത്തിനോ വേണ്ടി ഇത് രുചിച്ചു നോക്കുവാൻ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നതിന്റെ വെളിച്ചത്തിൽ പിന്നത്തേതിൽ ഇതിന് അടിമകളായി തീർന്ന് അതിന്റെ സെൻട്രലുള്ള ബട്ടണുകളിൽ നിന്ന് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നടത്തുവാൻ പണമില്ലാതെ വരുമ്പോൾ മാതാപിതാക്കളെ അവർ ചൂഷണം ചെയ്ത് അവരെ ശല്യപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി, അവരിൽ നിന്ന് പണം വാങ്ങി അവരെ ഇതുപയോഗിച്ച് ഇതിന്റെ അടിമകളായി തീർന്ന അനുഭവമാണ്. ഇതവർക്ക് ലഭിക്കാതെ വരുമ്പോൾ, ഇത് ഉപയോഗിക്കാൻ കാലതാമസം നേരിടുമ്പോൾ നമുക്കറിയാം, അവരെ മനോനില തെറ്റുകയും അവരെ അക്രമോത്സുകരായി തീരുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ആ സമയത്ത് അവർക്ക് മാതാവിനെയോ പിതാവിനെയോ സഹോദരങ്ങളെയോ ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത നിലകളിൽ അവരുടെ മനോനില തെറ്റി ഒരു വല്ലാത്ത വിഭ്രാന്തിക്ക് ഉടമകളായി തീരുന്നൊരു അനുഭവമാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായ സംഭവങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ
കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ഉണ്ടായിരിക്കാം. ഇന്ന് ആഹാരം കഴിച്ചില്ലെങ്കിലും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഇന്നത്തെ യുവ തലമുറ. അതിന്റെ അനന്തരഫലം നമുക്കറിയാം, വളരെ പ്രശ്ന സങ്കീർണമാണ്, വളരെ ദയനീയമാണ്. എന്താണ് നമ്മുടെ യുവതലമുറ ഇങ്ങനെ വഴിതെറ്റി പോകുവാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ കാരണം എന്തെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. അത് അവരിൽ കുടികൊള്ളുന്നതായ ഭാവപ്രകൃതിയാണ്, ഭാവസ്വഭാവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നത് മനുഷ്യൻ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നല്ലതെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ അനുഭവത്തിലേക്ക് പോകുന്നൊരു അനുഭവമാണ് ഈ പ്രവൃത്തിക്ക് കാരണമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു പരിഹാരം ലഭിക്കാൻ ഇടയായി തീരുന്നത്? പലരും ഇതിനെക്കുറിച്ച് പല നിലകളിൽ സംസാരിക്കാറുള്ളത് കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പലരും വിഷയങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമുക്കറിയാം, അനേകരും ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലമുറയുടെ ഈ പാവ സ്വഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരായിരിക്കുന്ന മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടതിന് അവർ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അപ്പോൾ തന്നെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ നമുക്കറിയാം, അതിൽ നിന്നൊന്നും അത് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നൊന്നും, അല്ലെ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നൊന്നും ഈ പറയുന്ന നിലവാരത്തിലുള്ളതായ ശാശ്വതമായ ഒരു പരിഹാരമോ അതിൽ നിന്ന് വിമുക്തി നേടുവാനോ കഴിയാത്ത സാഹചര്യങ്ങളാണ്. അനേകരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പോയി ഇങ്ങനെ പോയി, അവിടെ ആ പുണ്യ സ്ഥലത്ത് പോയി, ആ പള്ളിയിൽ പോയി, അല്ലെങ്കിൽ ഇങ്ങനെ പോയി, ഇന്ന സ്ഥലത്ത് പോയി നേർച്ചകൾ ഇട്ടു. പക്ഷേ അതിൽ നിന്നൊന്നും ആ തലമുറ രക്ഷിപ്പാൻ, അല്ലെങ്കിൽ അവരിൽ കുടികൊള്ളുന്നതായ സ്വഭാവത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ കഴിയാത്ത ദയനീയമായ സ്ഥിതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമുക്കറിയാം, വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത്, പാപം മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അവൻ ദൈവത്തിൽ നിന്ന് അവരെ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനിൽ വന്ന അനുഭവമാണ് അവൻ ചെയ്തതായ തെറ്റാണ് പാപം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൽ നിന്ന് മാനുഷികമായ നിലവാരത്തിൽ, മാനുഷ്യമായ ചിന്തകൾ കൊണ്ടോ മാനുഷ്യമായ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കും മുക്തി നേടുവാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഇതിന് വ്യക്തമായ മറുപടി ലഭിപ്പാൻ, മുക്തി ലഭിപ്പാൻ ഇടയായിത്തീരും. മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് അവനെ ഇങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക്, ഇങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരുന്നത്. നമുക്കറിയാം, മനുഷ്യര് ലോകത്ത് സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, പാപ സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റം ലഭിക്കേണ്ടതിനായി, വിമുക്തി നേടേണ്ടതിനായി ചെയ്യാവുന്ന കാര്യങ്ങൾ, ക്രിയകൾ ആ നിലയിലെല്ലാം പ്രവർത്തിച്ചിട്ടും അവനൊരു സ്വസ്ഥതയോ സമാധാനമോ ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് മുക്തിയോ നേടുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും ഭാവത്തിലേക്ക് കൂട്ടുകുത്തി പോകുന്ന ദയനീയ അനുഭവമാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. ഇതിന് യഥാർത്ഥമായ ഒരു പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് നമുക്ക് ലഭ്യമാകുവാൻ ഇടയായിത്തീരുന്നത്. കാരണം കാലത്തിന്റെ തികവിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ കന്യാസുഖനായി ജനിപ്പാൻ ഇടയായിത്തീർന്നു. പാപത്തിൽ, ആദാമ്യ ഭാവത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പാൻ ഇടയായിത്തീർന്നു. മാനവജാതിയുടെ ഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മരിക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, മദ്യം മയക്കുമരുന്ന് പോലുള്ള ദുസ്വഭാവങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നുവെങ്കിൽ, ഇതുപോലെ നിങ്ങളോട്
നിങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ളത് കർത്താവായ യേശു വിശ്വസിക്കുക. എന്നാൽ നിന്റെ ജീവിതം വ്യത്യാസപ്പെടുവാൻ നീ ആയിരിക്കുന്ന ഭാവ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തി നേടുവാൻ പൂർണ്ണമിടയായിത്തീരും. അന്ന് ഇതിന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമ്മൾ നടത്തുന്നതായ പുണ്യ സന്ദർശനങ്ങൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ മറ്റ് മാനുഷിക നിലയിലുള്ള ഏതെങ്കിലും നിലവാരത്തിലുള്ള പ്രവൃത്തി കൊണ്ടോ അതിൽ നിന്ന് വിമുക്തി നേടുവാൻ സാധിക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ ഞങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങളോടെ കടന്നുപോയതാ. ഒരു കാലത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ മദ്യത്തിന് മയക്കുമരുന്ന് അടിമപ്പെട്ട് അതിലൂടെ എന്തെങ്കിലും സന്തോഷം ലഭിക്കും അല്ലെങ്കിൽ സ്വസ്ഥത ലഭിക്കുമെന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ പിന്നത്തോളിൽ അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അത് നേർച്ച കാഴ്ചകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടും അതിൽ നിന്നൊന്നും യാതൊരു മുക്തിയും നേടുവാൻ കഴിയാതെ പിന്നെയും പാപത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളായിരുന്ന പാപപ്രവൃത്തിയിൽ നിന്ന് പാപ സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തി നേടുവാൻ ഗുണമിടയായി തീർന്നത്. ദൈവത്തിന്റെ വചന പ്രകാരം പറയുന്നു, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായാലും ഒരുപക്ഷേ രോഗം, കടഭാരങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ, ഈ വക അനുഭവങ്ങളിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിന്റെ വഴിത്തിരിവിൽ അല്ലാതെ ചോദ്യചിഹ്നമായി ആയിരിക്കുന്നുവെങ്കിലോ ഇന്ന് തൽക്കാലം നിങ്ങളോട് നിങ്ങൾക്ക് പറയുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായി തീരുന്ന രക്ഷ, സന്തോഷം, സമാധാനം, മദ്യം മയക്കുമരുന്ന് മുതലായ അനുഭവങ്ങളിലായ വിമുക്തി നേടുവാൻ ഇന്ന് തൽക്കാലം നിങ്ങളോട് ചെയ്യും. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുമ്പോൾ ഇന്ന് പൽക്കാലം ജീവിക്കുന്ന ക്രിസ്തുവിനെ ജീവിതത്തിൽ നാഥനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ പാപപ്രവൃത്തിയിൽ നിന്ന് സ്വസ്ഥതയും സമാധാനമുള്ള അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് പൽക്കാലം ഞങ്ങളുടെ ഈ ചെറിയ സന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെടുന്നല്ല ദൈവിക വചനങ്ങളും ആലോചനകളും ദേശത്തോടായി യാതൊരു സങ്കോചം കൊണ്ടാണ് ഇന്ന് പകൽക്കാലം വിളിച്ചറിയിപ്പാൻ കൊണ്ടപ്പെടയായി തോന്നല്ലോ. വേണ്ട മദ്യം, വേണ്ട മയക്കുമരുന്ന്, എന്നാൽ ഇതിന്റെ ആസക്തിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി മാത്രം ഇന്ന് ദേശത്തോട് വിളിച്ചറിയിപ്പാൻ കൊണ്ടപ്പെടയായി തീർന്നു. ആ വഴി ഏതാണെന്ന് ചോദിച്ചാൽ അത് കർത്താവായി യേശു ക്രിസ്തുവിനോട് കൂടിയുള്ള വഴിയാണ്. യേശു പ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല എന്നുള്ളത് പുറപ്പോടും വ്യക്തമായും ലോകത്തോടെ ബന്ധറിഞ്ഞ ഒരുവൻ മാത്രം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. എന്നാൽ പാപത്തിന്റെ പടിപടിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ആരുടെ ആയിരുന്നാലും അത് മരണമാണ്. എന്നാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ലോകത്തോടെ വിളിച്ചറിയിച്ചതും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതും കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതിന് തെളിവാണ് പലസ്തീന്റെ പച്ചമണ്ണിൽ ഒരു ശവക്കിണർ തുറന്നു കിടക്കുന്ന ഒരു പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയരെ, മരിച്ച് അടക്കപ്പെട്ടു അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ ഓരോ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ ഉലക മഹാന്മാർ അനേകരെ പെൺമറിഞ്ഞു കിടക്കുമ്പോൾ ആ കള്ളനെ നമ്മോട് വിളിച്ചറിയിക്കുന്നത് അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് വാനമേഖല ഉയരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്രകാരം പറയുവാൻ ഇടയാക്കിയിരുന്നു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരുമെന്ന്. ആ വീണ്ടും വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടും ദേശമെമ്പാടും രാജ്യമെമ്പാടും നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ മടങ്ങി വരിക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ നാമം ഒന്ന് മാത്രമാണ്. അവനിൽ വിശ്വസിച്ചാൽ
ദൈവത്തിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പാപത്തിന്റെ അഗാധകൂപത്തിൽ നിങ്ങൾക്ക് വിടുവിക്കപ്പെടുവാൻ നിങ്ങൾക്കിടയായിത്തീരും. ഏത് പ്രതിസന്ധികളിലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ ശ്രദ്ധ ശ്രദ്ധിച്ച നല്ലവരായ ദേശനിവാസികളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് നിന്ന് ഒരു നിമിഷം നിങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ, അത് കേൾക്കുവാൻ, അത് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്റെ നിത്യമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോട് തിരുമേനിയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഈ പരിപാടിയുടെ വശത്ത് അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനവുമായി, അങ്ങയുടെ താളമാറ്റമില്ലാത്ത സുവിശേഷവുമായി ഈ രാജ്യത്ത് കടന്നു വരുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളെ സഹായിച്ചല്ലോ. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം താഴെ ലഭിച്ച അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായി ഒരു വിടുതലായി, നന്മയായി, പ്രത്യാശയെ തീരുവാൻ സ്വർഗമിടയാക്കണം. കടലാസനെ ബലപ്പെടുത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം. അതാണ്ട് പതിവരകളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കൽപ്പിക്കാൻ നന്ദി പറയുന്നു. ശോലമാനവും മുഖത്തും പുകഴ്ചയും തിരുവേണിക്ക് അർപ്പിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ കന്യകളുടെ നാമത്തിൽ തന്നെ സ്വർഗീയം നല്ല പിതാവ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവായി വരുന്നു. നമ്മുടെ ദൈവത്തോട് വരുവാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.